അപ്പോൾ ഇന്ന് നമ്മുടെ ലെവൽ ക്രോസ് എന്ന് പറയുന്ന ചിത്രത്തിന്റെ ഭാഗമായിട്ട് അതിന്റെ പ്രൊമോഷൻസിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രസ് മീറ്റ് ആണ്. ഇന്ന് ആസിഫ് അലി, അതുപോലെ തന്നെ അമല പോൾ, സെയിം ടൈം ഷറഫുദ്ദീൻ, ഈ 3 പേരും പ്രധാന കഥാപാത്രങ്ങളായി വരുന്ന ഒരു ചിത്രമാണ്. ഈ ചിത്രത്തിന്റെ ഒരു പ്രത്യേകത, ഇത് ടുണീഷ്യയിലാണ് ഷൂട്ട് ചെയ്യപ്പെട്ടത്. ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ സിനിമ തന്നെ ടുണീഷ്യയിൽ ഷൂട്ട് ചെയ്യുന്നത് ഈ ചിത്രമായിരിക്കും, ലെവൽ ക്രോസ്. അപ്പൊ നമുക്ക് പ്രസ് മീറ്റിലേക്ക് കിടക്കാം. എന്താണ് നമ്മളുടെ ചിത്രത്തെ പറ്റിയുള്ള എക്സ്പെക്ടേഷൻ? ഇന്ന് ആസിഫിന് ഇവിടെ എത്താൻ പറ്റിയിട്ടില്ല, കാരണം ആസിഫിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രൊമോഷൻസ് നമ്മൾ ഇനി വീണ്ടും വെക്കുന്നുണ്ട്. അമല പോളിനെയും വിശാലിനെയുമാണ് നമ്മൾ ഇന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് അമല പോൾ നമുക്ക് അറിയാവുന്നതാണ് എന്തുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ റിലീസിന് മുമ്പ് തന്നെ ഇങ്ങനെ ഒരു സന്ദർഭം ഒരുക്കിയതെന്ന്. അപ്പോൾ നമുക്ക് ഏതായാലും ഇതിന്റെ ഫസ്റ്റ് ഡയറക്ടറോട് തന്നെ സംസാരിക്കാൻ പറയാം. എന്താണ് ഈ ചിത്രം, പിന്നെ നമ്മുടെ അഭിഷേക് ഫിലിംസിന്റെ കാര്യങ്ങളും ഒക്കെ ഒന്ന് വിശദമാക്കി തരണം. ഫസ്റ്റ് പ്രസ് മീറ്റ് കൂടെയാണ് അൽഫാസിന്, അപ്പൊ തകർക്കും. ഓക്കെ, നമസ്കാരം. എൻ്റെ പേര് അൽഫാസ്, ഞാൻ ഈ സിനിമയുടെ ഡയറക്ടറാണ്. എൻ്റെ ഡെബ്യൂ ഫിലിമാണ്. അമല പറഞ്ഞ പോലെ ഇതിൻ്റെ ഡെബ്യൂ പ്രസ് കോൺഫറൻസുമാണ്. വിശാൽ ചന്ദ്രശേഖരൻ്റെ ഫസ്റ്റ്, അതായത് ഡെബ്യൂ മലയാളം ഫിലിം കൂടിയാണ് ഈ സിനിമ. ഇന്ന് ഈ പ്രസ് കോൺഫറൻസ് വിളിക്കാനുള്ള ഒരു റീസൺ, ഒരു ചെറിയൊരു സർപ്രൈസ് ന്യൂസ് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ഇതിലൊരു സ്വീറ്റ് സോങ് ഉണ്ട്. ആ സോങ് പാടിയിരിക്കുന്നതും ഒരു ഡെബ്യൂട്ടൻ്റ് ആണ്. ആ ഡെബ്യൂട്ടൻ്റ് മറ്റാരുമല്ല, അമല പോളാണ്. അമല പോൾ ആദ്യമായിട്ട് പാടുന്ന പാട്ട് എൻ്റെ സിനിമയ്ക്ക് ആയതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ആൻഡ് ഷീ സാങ് ഇറ്റ് റിയലി വെൽ. സോങ് ഉടനെ തന്നെ ലൈവ് ആകും, അപ്പോൾ നിങ്ങൾ കേട്ടിട്ട് അഭിപ്രായം പറയുക. ആദ്യം തന്നെ അമല ഈ പാട്ട് പാടിയതിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യും. Let the guru speak first. Hi, my name is Vishal Chandrasekhar. Previously I had scored music for Sita Rama, and that was translated from Telugu. I'm really happy to do my debut under Arfaz's direction, and it's a very, very prestigious moment for me to get an entry into Malayalam film industry through this with the awesome Amala Paul and Asif Ali and Sharafuddin. So it's a really honor to be here. And during recording the song, I was recording from. Is it okay if I speak in Tamil? Yes, sir. Tamil, okay. So நான் வந்து இதில் ஹைதராபாத்தில் இருக்கும்போது மேம் வந்து கொச்சின்ல இருந்தாங்க, and we recorded through a remote conference. So it was a wonderful experience. ஏன்னா அவங்க face to face நம்ம பார்த்துக்கல, but I think I conveyed everything correctly, and she also understood it, but she was very, very sincere with the whole process, and நிறைய தடவை பாட்டு வந்து கேட்டுட்டு வந்திருந்தாங்க, and நல்லா ப்ராக்டிஸும் பண்ணியிருந்தாங்க, and I was amazed to see an actor sing so well. ஏன்னா சில பொடி பொடி சங்கதியெல்லாம் ரொம்ப அழகாக பாடியிருந்தாங்க. I had fun recording her. I thought, see, generally I have recorded a lot of singers, but for very few actors I've recorded, and for me she's a really good singer, so I was very, very happy recording her. Thank you. And it was a wonderful experience. Arfaz was there, studio la irundar avru, and avaru enjoy pannirparu nenikkaren. And nalla fun, it was good fun to record her, and I'd like to hear from you. Good evening everyone. എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു, ബിക്കോസ് ഞാൻ എൻ്റെ 9th month പ്രഗ്നൻസിയിലാണ് ഈ പാട്ട് റെക്കോർഡ് ചെയ്യുന്നത്. സോ I would like to share that credit with my baby also, of course. And thank you so much. First of all, thanks to Arfaz for making me a part of a project like this. ആൻഡ് ഓൾസോ അതിലും എനിക്ക് അർഫാസിന് ഞങ്ങളൊരു ലൈവ് സൗണ്ട് ആയിരുന്നു ഇതിൻ്റെ ഷൂട്ടിങ്. അപ്പം അവിടെ ടുണീഷ്യയിൽ ഇങ്ങനെ മരുഭൂമിയിൽ വെയിലത്ത് നമ്മളിങ്ങനെ വെയിലൊക്കെ മാറാൻ വേണ്ടി കുറേ നേരം വെയിറ്റ് ചെയ്തിരിക്കും. പെട്ടെന്ന് സാൻഡ് സ്റ്റോം വരും, അപ്പം അത് മാറാൻ വേണ്ടി കുറേ നേരം ഇരിക്കും. അപ്പം ഞാനവിടെ വല്ല മൂളിപ്പാട്ടൊക്കെ പാടിയിരിക്കുന്നത് കേട്ടിട്ടാന്ന് തോന്നുന്നു അർഫാസ് എന്നോട് പാട്ട് പാടുന്നുണ്ടോ എന്ന് ചോദിച്ചത്. അപ്പം ബീഗിനിങ് തൊട്ടേ അർഫാസ് പറഞ്ഞായിരുന്നു, വൈ ഡോണ്ട് യു സിംഗ്. പക്ഷെ എനിക്ക് ആ ഒരു റൈറ്റ്
മൊമെന്റിന് എനിക്കൊരു കോൺഫിഡൻസ്, ഓക്കെ ഐ സീ അർഫാസ്, ഐ സീ എന്ന് പറഞ്ഞിങ്ങനെ ഇരുന്നു. അതിൻ്റെ ഇടയിൽ ഐ ഗോട്ട് പ്രഗ്നന്റ്, മാരേജ് ഹാപ്പൻഡ്, ആൻഡ് സംഹൗ ഐ തിങ്ക് ഫിലിം റിലീസ് ആവാറായി. അപ്പോൾ പിന്നെ അർഫാസ് സംസാരിച്ചപ്പോൾ ഐ വാസ് ഇൻ മൈ 9th month, ആൻഡ് ദെൻ എനിക്ക് പെട്ടെന്ന് എന്തോ ഭയങ്കര ഒരു ധൈര്യം, ഭയങ്കര ഒരു കോൺഫിഡൻസ് വന്ന പോലെ തോന്നി. ഐ തോട്ട് ഓക്കെ ഐ വിൽ ഗിവ് ഇറ്റ് എ ട്രൈ. എന്തായാലും കിട്ടി, പോയാൽ പോയി. അങ്ങനെ സ്റ്റുഡിയോയിൽ പോയിട്ട് വി റെക്കോർഡഡ് ദിസ് സോങ്, ആൻഡ് താങ്ക്സ് ടു മൈ ഗുരുജി വിശാൽ. I don't think, like I would have been this comfortable with anybody else. കാരണം എനിക്ക് അത്രയും പേഷ്യൻസോടുകൂടി ആള് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അതുപോലെ ഹി ലെറ്റ് മീ എക്സ്പെരിമെൻറ്റ്. അതുപോലെ എനിക്ക് ഒത്തിരി കംഫർട്ട്, ഭയങ്കരമായിട്ട് എന്നെ കംഫർട്ട് ആക്കി, ആൻഡ് ഭയങ്കര ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് ഹി കെപ്റ്റ് എൻകറേജിങ് മീ, ആൻഡ് ഹി കെപ്റ്റ് ടെല്ലിങ് മീ സിംഗേഴ്സും ഇങ്ങനെ തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നു എന്നൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഓക്കെ, നോട്ട് ബാഡ്. സോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആ ഒരു പാട്ട് പാടാൻ കഴിഞ്ഞതിൽ. എൻ്റെ മമ്മി എപ്പോഴും പറയുമായിരുന്നു വൈ ഡോണ്ട് യു സിംഗ് എ സോങ്, വൈ ഡോണ്ട് യു സിംഗ് എ സോങ്. ആൻഡ് ഞാൻ ചേർച്ചിൽ കോയറിലും സ്കൂളിലൊക്കെ പാടുമായിരുന്നു. അപ്പം അത്ര വലിയ പാട്ടായിരുന്നതല്ല. ഐ തിങ്ക് ഇറ്റ് ഹസ് കം ഔട്ട് ഓക്കെ, ബട്ട് it was a very a moment that I would always cherish. And talking about this film, yes, of course I miss my co-stars Asif and Sharafuddin. Tunisia-ലായിരുന്നു ഞങ്ങളുടെ ഈ ഫിലിമിൻ്റെ ഷൂട്ടിംഗ്. ലൈക്ക് ഈ ക്യാരക്ടർ ചെയ്യാൻ പറ്റിയത് എനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. എസ്പെഷ്യലി മലയാളത്തിൽ ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഡെഫിനറ്റ്ലി വൺ മോർ ഫെദർ ടു ദ ക്യാപ്പ് ആയിരിക്കും ഈ ക്യാരക്ടർ. ആൻഡ് ഇത് അർഫാസി സ്ക്രിപ്റ്റ് എഴുതുമ്പം ഐ ആസ്ഡ് ഹിം, എനിക്ക് സ്ക്രിപ്റ്റ് നരേറ്റ് ജിത്തു സാറാണ് എന്നെ വിളിച്ചത് ഈ സ്റ്റോറി ഒന്ന് കേൾക്കണം എന്ന് പറഞ്ഞിട്ട്. ആൻഡ് ഐ ഹേർഡ് ദ സ്റ്റോറി, ആൻഡ് അർഫാസ് ടോൾഡ് മീ ഈ സ്ക്രിപ്റ്റ് എഴുതുമ്പം അർഫാസിൻ്റെ മൈൻഡിൽ ക്യാരക്ടർ ഉണ്ടായിരുന്നത് ഞാനായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര ഓണറായിട്ട് തോന്നി. ബിക്കോസ് ഐ എം എ ഡയറക്ടേഴ്സ് ആക്ടർ, ആൻഡ് ഓഫ് കോഴ്സ് ഒരു ഡയറക്ടർ മൈൻഡിൽ എന്നെ വെച്ചിട്ട് ഒരു ക്യാരക്ടർ ഡിറൈവ് ചെയ്യുമ്പം ഐ തിങ്ക് ആസ് എൻ ആക്ടർ എനിക്കത് വലിയൊരു ഓണറാണ്. ആൻഡ് ഐ thoroughly enjoyed shooting for this film. ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിരുന്നു ഞങ്ങളവിടെ റംസാൻ ഫാസ്റ്റിൻ്റെ സമയത്തായിരുന്നു ഞങ്ങളവിടെ ഉണ്ടായിരുന്നത്. ഇറ്റ്സ് എ മുസ്ലിം കൺട്രി. അപ്പം അതിൻ്റേതായ പ്രോപ്പർ ഫുഡ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് ക്രൂ മെമ്പേഴ്സ് വളരെ കുറവായിരുന്നു. ആ സമയത്ത് ആരും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല അവിടെ. അപ്പം വി വർ വെരി ലിമിറ്റഡ് ക്രൂ. ഉള്ള ആൾക്കാരെല്ലാവരും കൂടെ ഒരു 25 days we have given our best. എല്ലാവരും ഇതിൻ്റെ DOP അപ്പു പ്രഭാകർ, he's done a brilliant job. And then all the other technicians, ഇതിൻ്റെ ലൈവ് സൗണ്ട് റെക്കോർഡ് ചെയ്ത Alan, then music director Vishal sir, like, and അവിടെ ഉണ്ടായിരുന്ന all the assistant directors and all the crew members, production, everybody, ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നു. ആൻഡ് ഡെസേർട്ടിൽ ഷൂട്ട് ചെയ്യുന്നത് ഇറ്റ്സ് വെരി അൺപ്രഡിക്റ്റബിൾ. എപ്പോഴായിരിക്കും ക്ലൈമറ്റ് ഭയങ്കരമായിട്ട് ചേഞ്ച് ആവാന്ന് അറിയത്തില്ല. ബട്ട് അതിൻ്റെ ആ ചലഞ്ചസിലൂടെ എല്ലാം ഐ തിങ്ക് വി മാനേജ് ടു ഗിവ് അവർ ബെസ്റ്റ്, ആൻഡ് ദ ഫിലിം ഹാസ് കം ഔട്ട് വെരി വെൽ. ആൻഡ് ഒരു എക്സ്പെരിമെൻ്റൽ ജോണർ ആണത്. ഹോപ്പ്ഫുള്ളി ഇപ്പം മലയാള ഫിലിമിൽ നടക്കുന്ന ഈ വിന്നിങ് സ്ട്രീക്സ് വിൽ കണ്ടിന്യൂ വിത്ത് ആർ ഫിലിം ഓൾസോ. And biggest thanks to Ramesh Pillai sir, our producer, who is been backing our film, and sir inde aduthu huge support aanu inginthe oru film Tunisia, like she said first padam nammalana shoot cheyyunnathu. Appam adindeyaya ella supportum sir inde aduthu undayirunnu. So yeah, I hope we have a good film, and I hope God's blessings is also upon us. And എന്തായാലും റിലീസിന് ഇനി I think this is my last event before my delivery, I hope so. അപ്പം ഇനി എനിക്ക് റിലീസിന് ഇതിൻ്റെയൊക്കെ ഭാഗമാകാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. I would be missing it because ഞാൻ എൻ്റെ കരിയറിൽ ചെയ്തതിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തൊരു ഫിലിമാണ്. ഐ എം വർക്കിംഗ് വിത്ത് അർഫാസ്. ഹീസ് എ ബ്രില്യൻറ്റ് ഡയറക്ടർ. ജിത്തു സാറിൻ്റെ master brain or right hand or whatever, like we have seen his contribution to this film le thanne. And Arfasine polte oru director inde debut film le lead actor avan
സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ബിക്കോസ് ഹി ഹാസ് എ ഗ്രേറ്റ് ഫ്യൂച്ചർ, ഹി ഈസ് സോ ടാലൻറ്റഡ്. ആൻഡ് എൻ്റെ ക്യാരക്ടർ തന്നെ പെർഫോമൻസിൽ തന്നെ അർഫാസ് ഹി വാസ് റിയലി പുഷിങ് ഓൾ ഓഫ് us ഔട്ട് ഓഫ് അവർ കംഫർട്ട് സോൺ. ഇപ്പം ആസിഫ് ആയാലും ഞാനാണെങ്കിലും ഷറഫ് ആണെങ്കിലും നമ്മൾ റെഗുലർലി ചെയ്യുന്ന ഒരു മീറ്ററിലല്ലാതെ ഹി വുഡ് റിയലി പുഷ് us ടു എക്സ്പ്ലോർ സംതിങ് ഇൻ us ആസ് ആക്ടേഴ്സ്. അപ്പം അങ്ങനത്തെ ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്യുമ്പം ആക്ടിങ്ങിൽ മാത്രമല്ല, ഈവൻ ഇൻ ടേംസ് ഓഫ് ദ മേക്കിംഗ് ആൻഡ് മ്യൂസിക് ആൻഡ് എവറിത്തിങ്, ഐ തിങ്ക് അർഫാസിൻ്റെ ഒരു സിഗ്നേച്ചർ ഈ പടത്തിൽ ആസ് എ ഡയറക്ടർ നമുക്ക് കാണാൻ പറ്റും. സോ ഒരു ഫ്യൂച്ചർ ഗ്രേറ്റ് ഡയറക്ടറിൻ്റെ ഡെബ്യൂയുടെ ഭാഗമാകാൻ സാധിച്ചതിലും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ആൻഡ് ഐ എം വിഷിംഗ് our film level cross and എല്ലാവർക്കും all the best, and thank you so much for coming here and supporting us.